ഇന്നൊരു നാടൻ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, വളരെയധികം ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ്. കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതെല്ലാം കൊടുത്തയക്കാൻ വളരെയധികം നല്ലതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു അവൽ വിളയിച്ചതാണ്. വീട്ടിൽ അവൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ആദ്യം ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ബൗള് മട്ട അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഒന്ന് പൊടിയേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിനെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ 1 ബൗൾ ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇതിന് വേണ്ടുന്ന ശർക്കര പാനി തയ്യാറാക്കുക. ശർക്കര ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട കാര്യമില്ല, ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അതിനെ ഉരുക്കിയെടുത്ത ശർക്കര ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് അതും മാറ്റി വയ്ക്കുക. ഒന്ന് ചൂടാക്കിയ തേങ്ങയെ ഒരു ഉരുളിയിലേക്ക് മാറ്റുക. തേങ്ങ ഒന്ന് ചുമക്ക വറക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ഈർപ്പമെല്ലാം മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അതിനുശേഷം ഈ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും ഒരു ബൗൾ തന്നെയാണ്, ഒരു ഗ്ലാസ് സെയിം തന്നെയാണ്, ഒരു ബൗൾ തന്നെയാണ്. അതും ഇതിലേക്ക് ഒഴിച്ച് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരമൊന്നും ഇളക്കേണ്ട കാര്യമില്ല. ആ ശർക്കരയിൽ തന്നെ ഒന്ന് ചൂടാക്കി വെച്ച അവലും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കുറച്ച് നേരം ഇളക്കുക. തീ വളരെ താഴ്ത്തി വേണം വയ്ക്കാനായിട്ട്, മീഡിയം ഫ്ലെയിമിൽ മതി തീ. ശർക്കരയും തേങ്ങയും അവലും എല്ലാം കൂടി ഒത്ത് ഇളക്കുക. വളരെ സ്വാദിഷ്ടമായ ഒന്നാണ്, വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ട് കൊടുത്തു വിടാം. ഈവനിങ്ങിൽ ഒരു 4 മണി ചായയുടെ ഒപ്പം കഴിക്കാനൊക്കെ നല്ലതാണ്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. എല്ലാം കൂടി തട്ടി കൂട്ടി വയ്ക്കുക. അതിനുശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുക. അതിനുശേഷം ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്കിട്ട് അതും കൂടി ഒന്ന് ഇളക്കുക. കുറച്ച് എള്ളും കൂടി ഇട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ അവൽ വിളയിച്ച് റെഡിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.